രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ 50 വർഷത്തെ ഇടതുഭരണം കൊടുങ്ങല്ലൂർ പട്ടണത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ജെ.പി. കൊടുങ്ങല്ലൂർ നഗരസഭാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.ടി. രമേശ്. ടൂറിസം മേഖലയിലും തീർത്ഥാടന മേഖലയിലും ഒരുപാട് മുന്നോട്ടു പോകേണ്ടിയിരുന്ന ഒരു നഗരം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളുടെ നയമാണ് ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ചരിത്രപരമായ ഒരു പട്ടണമാണ് കൊടുങ്ങല്ലൂർ പട്ടണം. മുസ്ലിംസിന്റെ കാലം മുതൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പട്ടണം. ചേരമാൻ പെരുവാക്കളുടെ രാജവംശത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണം. ഒരുപാട് സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു പട്ടണം, ഒരു നഗരം. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് 50 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടർച്ചയായിട്ട് അധികാരം കൈയാളാൻ അവസരം കിട്ടിയിട്ട് ഈ പട്ടണത്തിന്റെ വികസനം സാധ്യമാക്കാൻ എന്തുകൊണ്ട് CPM-ന് സാധിച്ചില്ല എന്ന ചോദ്യം കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എങ്ങനെയാണ് ഈ പട്ടണത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ വികസനം സാധ്യമാക്കേണ്ടത്? കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. ആ സാധ്യതകളെ എന്തുകൊണ്ടാണ് 50 കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൈയാളിയിട്ടുള്ള ആളുകൾ പരിഗണിക്കാതെ പോകുന്നത്? ലക്ഷക്കണക്കിന് തീർത്ഥാടകന്മാർ വന്നുചേരുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയാണ്. എന്തുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് വന്നുവരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നഗരത്തിന്റെ വികസനം സാധ്യമാക്കാൻ കഴിയാതെ? ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ കേരളത്തിലെയും കേരളത്തിന് വെളിയിലുമുള്ള ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിനായി എത്തിയതായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് A.R. ശ്രീകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി K.P. ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് E.R. ജിതേഷ്, ജനറൽ സെക്രട്ടറിമാരായ T.J. ജെമി, I.S. മനോജ്, T.S. സജീവൻ, ഏരിയ പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു.